കടലിടുക്കിലെ തർക്കങ്ങളെ തുടർന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇറാന്റെ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാലങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി അമേരിക്കൻ സേന വ്യാപകമായ വ്യോമാക്രമണം നടത്തി. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തി ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. അഹ്വാസിൽ കുട്ടികളുടെ ക്യാൻസർ ആശുപത്രിക്ക് സമീപവും അമേരിക്കൻ ബോംബാക്രമണം ഉണ്ടായതായി ഇറാൻ ആരോപിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒപ്പുവെച്ച ഇടക്കാല കരാർ നിലവിൽ വന്ന് ഒരു മാസത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായ 6ാം ദിവസവും അമേരിക്കൻ സേന വ്യാപക ആക്രമണം നടത്തി. US സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആഗോള എണ്ണവാതക നീക്കത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ 2 പാലങ്ങൾ, ഒരു വിമാനത്താവളം എന്നിവയ്ക്ക് നേരെ അമേരിക്കൻ ആക്രമണമുണ്ടായതായി ഇറാനിയൻ ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ്ഖാൻ പ്രവിശ്യയിലെ പാലങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞയാഴ്ച മുതൽ പുനരാരംഭിച്ച US ആക്രമണങ്ങളിൽ ഇറാനിൽ ഇതുവരെ 30 പേർക്കെങ്കിലും ജീവൻ നഷ്ടമായതായി സർക്കാർ വക്താവ് ഫാത്തിമ മൊഹാജറാനി അറിയിച്ചു. തെക്കുപടിഞ്ഞാറൻ നഗരമായ അഹ്വാസിൽ കുട്ടികളുടെ ക്യാൻസർ ആശുപത്രിക്ക് സമീപം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ജോർദാനിലെ US വ്യോമതാവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കി. ആശുപത്രിക്ക് സമീപമുള്ള അമേരിക്കൻ ആക്രമണത്തെ പ്രാകൃതം എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വിശേഷിപ്പിച്ചത്. ഇതിനു പുറമെ ഇറാനിലെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ നഗരമായ ബുഷെഹറിലും വൻ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ കുവൈറ്റിന് നേരെ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് വ്യോമസേന അറിയിച്ചു. ബഹ്റൈനിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള അവകാശത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നും ഇറാന്റെ മുതിർന്ന സൈനിക വക്താവ് ആവശ്യപ്പെട്ടു. അമേരിക്ക ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ കടലിടുക്ക് അടച്ചിടുമെന്ന് കഴിഞ്ഞയാഴ്ച ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇറാൻ തുറമുഖങ്ങൾക്കുള്ള നാവിക ഉപരോധം അമേരിക്കയും പുനരാരംഭിച്ചിട്ടുണ്ട്. ഉപരോധം പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒമാൻ ഉൾക്കടലിൽ ഒരു കപ്പലിൽ പരിശോധന നടത്തിയതായി US സൈന്യം അറിയിച്ചു. അതിനിടെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വൈദ്യുത ജല ശുദ്ധീകരണ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. എന്നാൽ വാക്കു പാലിക്കാത്തതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും, എന്നിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. അതേസമയം കരാറിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെട്ടാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂവെന്നാണ് ഇറാന്റെ മുഖ്യ മധ്യസ്ഥൻ മുഹമ്മദ് ബഹർ കാലിബാഫ് പ്രതികരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.